ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മാത്സിൻ്റെ 10th ചാപ്റ്ററായ റെക്റ്റാങ്കിൾ മാത്ത് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. സം അതർ ഷേപ്സ് എന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി സം അതർ ഷേപ്പ് അല്ലേ, പല ഷേപ്പുകൾ എന്നുള്ളതാണ് അല്ലേ. നോക്കുക, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ആ ഫിഗർ ഈർക്കിളിനോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ, അതായത് ചുറ്റുമുള്ള ഈ അളവും കണ്ടുപിടിക്കണം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചുറ്റുമുള്ള ഈ അളവ് കേട്ടോ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ ചുറ്റുള്ളത് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു നിങ്ങൾ എഴുതുക കേട്ടോ. പെരിമീറ്റർ ഈക്വൽ ടു നിങ്ങൾ എഴുതുക. ഓക്കെ, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? പെരിമീറ്റർ എങ്ങനെയാണ് കാണാറ്? ഈ ചുറ്റുള്ള ഈ ഇതുണ്ടല്ലോ തന്നിരിക്കുന്ന ചുറ്റുള്ള ഈ അളവുകൾ മൊത്തം ഒന്ന് കൂട്ടിയാൽ മതിട്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പെരിമീറ്റർ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മുകളിൽ 2 ആണ് ആദ്യം അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 പ്ലസ് അല്ലേ, 2 പ്ലസ് പിന്നെ അടുത്ത് ഇവിടെ ഈ സൈഡിൽ അല്ലേ, ഇവിടെ എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ 3 പ്ലസ് പിന്നെ എന്താണ് ഇവിടെ 2 വരുന്നുണ്ട് അല്ലേ. 2 പ്ലസ് ഇനി എന്താ വരുന്നത്? പിന്നെയും ഇവിടെ ഒരു 2 വരുന്നുണ്ട് അല്ലേ. ആ 2 അല്ലേ, 2 പ്ലസ് ഇനി അടുത്ത് വരുന്നത് അവിടെ 4 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 4 പ്ലസ് പിന്നെ എന്താ ഇവിടെ വരുന്നത്? ഇവിടെ 5 അല്ലേ, 5. ഓക്കെ, 5 അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 ആദ്യം എഴുതി, പിന്നെ ഈ 3 എഴുതി, പിന്നെ ഈ 2 എഴുതി, ഈ 2 എഴുതി, പിന്നെ ഈ 4 എഴുതി, ഈ 5 എഴുതി, പിന്നെ ഇവിടെ എത്തിയല്ലോ അല്ലേ. ഈ വര ഇവിടെ വരെ എത്തുക, ഇവിടെ തുടങ്ങുകയാണല്ലോ, ലാസ്റ്റ് ഇവിടെ തന്നെ എത്തുക അല്ലേ. അപ്പോൾ എല്ലാം കൂടി കൂട്ടുന്നതാണ് എന്ത്? പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെരിമീറ്റർ എല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 2 പ്ലസ് 3 എത്രയാണ്? 5. 5 പ്ലസ് 2 7. 7 പ്ലസ് 2 8 9 അല്ലേ. 9 പ്ലസ് 4 എത്രയാണ്? 13 അല്ലേ. 13 പ്ലസ് 5 എത്രയാണ്? 13 പ്ലസ് 5 18 അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്താണ്? 18 cm. ഓക്കെ, 18 cm എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ പെരിമീറ്റർ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് എഴുതേണ്ടത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊത്തം ചുറ്റളവ് കൂട്ടുകയാണ് വേണ്ടത് കേട്ടോ. ചുറ്റുമുള്ള അളവുകൾ തന്നതൊക്കെ കണ്ട് കൂട്ടുക വേണ്ടത്. അപ്പോൾ ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റും തന്നിരിക്കുന്ന അളവുകൾ നിങ്ങൾ കൂട്ടിയിട്ട് എഴുതുകയാണ് വേണ്ടത്. ഏത് ഷേപ്പ് ആയിക്കോട്ടെ നിങ്ങൾ എന്താക്കുക? ആ ചുറ്റുമുള്ള അളവ് പ്ലസ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് എന്താക്കുക? അതിൻ്റെ ആൻസർ എഴുതുക. ഓക്കെ, ഇത് 2 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 4 പ്ലസ് 5 അല്ലേ. ഇസ് ഈക്വൽ ടു എല്ലാം കൂടി കൂട്ടി 18 കിട്ടും. 18 സെൻറ്റിമീറ്റർ. ഓക്കെ, പെരിമീറ്ററിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്, അത് മറക്കാതെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ ആണ് കാണേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏരിയ കാണേണ്ടത് എന്താണ്? നമുക്കറിയാം എന്ത്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. പിന്നെന്താണ്? സ്ക്വയറിൻ്റെ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു ഷേപ്പിൻ്റെ ഏരിയ നമ്മളെങ്ങനെ കാണും? ഇങ്ങനെ ഒരു ഷേപ്പിന് നമ്മൾ ഏതെങ്കിലും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്? ഏരിയ ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അറിയുന്ന രീതിയിൽ, നമ്മൾ അറിയുന്ന ആ രീതിയിലേക്ക് എന്താക്കുക? ഈ എന്താണ് ഷേപ്പിനെ മാറ്റണം. നമുക്ക് ഇക്വേഷൻ അറിയുന്ന ഇപ്പം റെക്റ്റാങ്കിൾ അറിയാം, സ്ക്വയർ അറിയാം അല്ലേ, പിന്നെന്താണ് ട്രയാങ്കിളിൻ്റെ ഒക്കെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ എന്താണ്? ആ ഷേപ്പിലേക്ക് എന്താക്കുക? ഈ ചിത്രത്തിന് മാറ്റാൻ കഴിയുമോ നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞൂടെ? നോക്കൂ, ഇതിന് നമുക്ക് എന്താക്കുക? ഇങ്ങനെ നേരെ ഒരു വര വരച്ചാൽ, ഇങ്ങനെ നേരെ ഒരു വര വരച്ചാൽ അതെന്തായി? 2 റെക്റ്റാങ്കിളായില്ലേ. 2 റെക്റ്റാങ്കിളായില്ലേ. അപ്പോൾ 2 റെക്റ്റാങ്കിളായി ഉണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, പിന്നെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കണ്ടുപിടിക്കുക അല്ലേ. അതിനുള്ള അളവുകളൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എന്താക്കുക? ഇതിന് നമ്മൾ 1 എന്ന് കൊടുക്കുക അല്ലേ. റെക്റ്റാങ്കിൾ 1 എന്ന് കൊടുക്കുക. ഇതിന് നമ്മൾ എന്താക്കുക? റെക്റ്റാങ്കിൾ 2 എന്നും കൊടുക്കുക. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ 1 ഏരിയ ഈക്വൽ ടു അല്ലേ. ആദ്യത്തെ ഏരിയ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? അപ്പം നമ്മളെന്താണ്? റെക്റ്റാങ്കിൾ 1ൻ്റെ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പം ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടുത്തെ ഏരിയൻ്റെ ലെങ്ത്ത്, ഈ റെക്റ്റാങ്കിൾ 1ൻ്റെ ലെങ്ത്ത് എന്താണ്? അവിടെ എന്താണ്? 3ഉം 2ഉം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? ഈക്വൽ ടു ലെങ്ത്ത് ഇവിടെ നമുക്ക് 2ഉം ബ്രെഡ്ത്ത് അവിടെ 3ഉം ആണ് അല്ലേ. അല്ലെങ്കിൽ തിരിച്ച് എഴുതിയാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇൻറ്റു ആയതുകൊണ്ട് നമുക്ക് 2 ഇൻറ്റു ചെയ്താലും സെയിം തന്നെ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കുക? ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്ന് കൊടുക്കുക. 2 × 3 is equal to എത്രയാണ്? 6 അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലേ നമുക്ക്. ഓക്കെ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ, 6 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അതാണ് കിട്ടുക കേട്ടോ ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ.
റെക്ടാങ്കിൾ 2ന്റെ ആണെങ്കിൽ എന്താണ് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിന്റെ ഏരിയയും കണ്ടുപിടിക്കുക അല്ലേ. അവിടെ ലെങ്ത് എത്രയാണ് 4 ആണ്, ബ്രെഡ്ത്ത് 2 ആണ് അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താക്കുക ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 4 × 2 എന്ന് എഴുതുക അല്ലേ. അപ്പോൾ 4 × 2 ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക ഈക്വൽ ടു 4 × 2 എത്രയാണ് ഇവിടെ ലെങ്ത് 4 അല്ലേ. ഈ റെക്ടാങ്കിൾ 2ന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ. അപ്പോൾ ഇത് റെക്ടാങ്കിൾ ആയി. അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് 4 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എത്രയാണ് 2 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 4 × 2 ഇസ് ഈക്വൽ ടു എത്രയാണ് 4 × 2 8 അല്ലേ. 8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി റെക്ടാങ്കിൾ 1ൻ്റെത് ഏരിയ 6 സെന്റിമീറ്റർ എന്നും കിട്ടി, റെക്ടാങ്കിൾ 2ന്റെ ഏരിയ 8 സെന്റിമീറ്റർ എന്നും കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്താണ് ഈ ഷേപ്പിന്റെ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിന്റെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക ഈ 2 ഏരിയയും കൂടി കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കുക ഷേപ്പ് ഏരിയ ഓഫ് ദി ഷേപ്പ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക ഏരിയ റെക്ടാങ്കിൾ 1 പ്ലസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ 2 അല്ലേ ഇസ് ഈക്വൽ ടു എന്താണ് 6 + 8 അല്ലേ. 6 + 8 എന്ന് പറയുമ്പോൾ എത്രയാണ് 14 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു 6 + 8 ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഏരിയകൾ എപ്പോഴും എന്തായിരിക്കും അതിൻ്റെ യൂണിറ്റ് സെയിം സ്ക്വയർ. സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക, അല്ലെങ്കിൽ മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഷേപ്പിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമുക്ക് അറിയില്ല ഈ ഷേപ്പിന്റെ ഏരിയന്റെ ഇക്വേഷൻ ഒന്നും അല്ലേ. പക്ഷെ നമുക്ക് അറിയുന്ന ഇക്വേഷൻ അറിയാം, റെക്ടാങ്കിളിന്റെ ഏരിയന്റെ ഇക്വേഷൻ അറിയാം, അതുപോലെ സ്ക്വയറിന്റെ ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ ആ ഷേപ്പിലേക്ക് എന്താക്കുക ആദ്യം ആ തന്നിരിക്കുന്ന ഷേപ്പിനെ മാറ്റുക. ഒന്നുകിൽ റെക്ടാങ്കിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ട്രയാങ്കിളിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സ്ക്വയറിലേക്ക് മാറ്റുക. നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ ഏതാണ് ആ ഇക്വേഷനിലെ ഉള്ള ചിത്രത്തിലേക്ക് മാറ്റുക കേട്ടോ. എന്നിട്ട് എന്താക്കുക അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സെയിം ആണല്ലോ, മൊത്തം കൂട്ടിയാൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഷേപ്പുകളാണ് വരുന്നത്. നമ്മൾ നോക്കാം അടുത്ത ചോദ്യം. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. നൗ കമ്പ്യൂട്ട് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ഈച്ച് ഓഫ് ദ ഷേപ്പ്. ഓരോ ഷേപ്പിൻ്റെയും പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഏരിയ എന്താണ്, അതുപോലെ പെരിമീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് പെരിമീറ്റർ കാണാം. അപ്പോൾ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം പെരിമീറ്റർ ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇവിടെ പെരിമീറ്റർ കാണണമെങ്കിൽ ചുറ്റുമുള്ള അളവുകൾ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 4 സെന്റിമീറ്റർ എന്ന് അറിയാം അല്ലേ. അപ്പോൾ 4 + പിന്നെ ഇവിടെ എന്താ 6 എന്നറിയാം അല്ലേ. 6 + പിന്നെ ഇവിടെ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് എന്നറിയാം എന്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് നോക്കൂ. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് 4 അല്ലേ. അപ്പോൾ അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും 4 അല്ലായിരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളത് 1 ആണ്, പിന്നെ ഇങ്ങോട്ടുള്ളത് 2 ആണ്, പിന്നെ ഇങ്ങോട്ടുള്ള എത്ര ആയിരിക്കും 2 + 1 3. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കാം. കൺഫ്യൂഷൻ ആവണ്ട, നമുക്ക് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ ഇവിടുന്ന് താഴോട്ടേക്ക് വരയ്ക്കുക. ഇങ്ങനെ താഴോട്ടേക്ക് വരച്ചു വിചാരിച്ചോ. ഓക്കെ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് 4 ആണ്, ഇതും 4 ആയിരിക്കൂലേ. ഇത് 4 ആണെങ്കിൽ ഇത് 4 ആയിരിക്കും അല്ലേ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അളവെന്നല്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരിക അല്ലേ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള 1 സെന്റിമീറ്റർ അത് പറഞ്ഞു അല്ലേ. ഇവിടെ വരെ എന്താണ് 1 സെന്റിമീറ്റർ ആണ്. ഇവിടെ വരെ 1 സെന്റിമീറ്റർ ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ്, ഇവിടെ വരെ എത്രയാണ് 1 ആണ് അല്ലേ. ഓക്കെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എത്രയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ തന്നിട്ടുണ്ട് 2 അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ് ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആയിരിക്കും ഈ അളവ് സെയിം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും നോക്കൂ. ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 1 ഇവിടെയും 4 ആയിരിക്കും. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1ഉം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ആണ് അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്ര ആയിരിക്കും 1 + 2 3 ആയിരിക്കും അല്ലേ. 3 ആണ് അല്ലേ. അപ്പോൾ ഈ മൊത്തം അളവ് നമുക്കറിയാം 4 ആണല്ലേ. അപ്പോൾ 4ന്ന് ഈ 3 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ 4ന്ന് 3 കുറച്ചാൽ എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഈ അളവ് എത്രയായിരിക്കും നമുക്ക് ഇവിടുത്തെ അളവ് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ അളവ് തന്നെ ആയിരിക്കും ഈ അളവ്. യെസ്. അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയാണ് 1 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയല്ലോ ഈ അളവ്. അപ്പോൾ ഇനി പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഇവിടെ 4 കിട്ടി, ഇവിടെ 6 കിട്ടി, ഇവിടെ 1 കിട്ടി, പിന്നെ ഇവിടെ നേരെയുള്ളത് 2 കിട്ടി, പിന്നെ ഇത് 1 കിട്ടി. ഇനി ഇതെത്ര ആയിരിക്കും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് പറഞ്ഞിരിക്കുന്നത്. ലെങ്ത്താണ് 6 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ അളവ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 6 സെന്റിമീറ്റർ ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഇതിൻ്റെ നേരായിട്ടുള്ളതാ ഇത് വരുമ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആക്കി അല്ല
റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക. ഓക്കെ, അപ്പോൾ അതെന്തായി, നമുക്ക് ഇവിടെ വരെയുള്ള അളവ് എന്താണ് 6 സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം അല്ലേ. 6 സെൻറ്റിമീറ്റർ അല്ലേ ദൂരം വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് 6 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ മൊത്തം അളവ് ഇവിടം വരെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം കിട്ടാൻ നമുക്ക് എന്താ ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് നോക്കേ, ഇവിടുന്ന് ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എന്ന് പറയുക എത്രയാ ഇവിടെ തന്നിരിക്കുന്നതാ, ഇവിടെ ഉണ്ട് അല്ലേ, ഈ അളവല്ലേ ഈ അളവ്. അപ്പോൾ 1 ആണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ 1 ആണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാണ്, അതിനല്ലേ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതും 1 ആണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി എത്രയാണ് 2. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 2 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എന്താണ് നമുക്ക് എന്താക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് കിട്ടൂലേ. ഇവിടുന്ന് ഇങ്ങോട്ട് ദൂരം, ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് വരെയുള്ള ദൂരത്തിലാണ് ഇവിടെ 6 ആണ് ഇവിടെ താഴെ തന്നത് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 2 ആണെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ഈ അളവ് കിട്ടണമെങ്കിൽ 6 മൈനസ് ഈ 2 ചെയ്താൽ പോരെ. അപ്പോൾ 6 മൈനസ് 2 എത്രയാണ് 4 അല്ലേ. അപ്പോൾ ഈ അളവ് നമുക്ക് കിട്ടി എത്ര 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ അല്ലേ എങ്ങനെ ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച് വെക്കുക, നമ്മൾ അറിയുന്ന ഷേപ്പിലേക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്താക്കുക, കിട്ടുന്ന അളവിലേക്കൊക്കെ നോക്കുക കേട്ടോ, കറക്റ്റായി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഈ അളവ് എന്ന് പറയുന്നത് എത്രയാണ് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ. ഈ അളവ് 4 സെൻറ്റിമീറ്റർ താഴോട്ട് ഇറക്കി ചെയ്ത്, കാരണം നമ്മൾ മുകളിൽ പെരിമീറ്റർ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഇത് താഴോട്ട് ഇറക്കി ചെയ്തത് കേട്ടോ. ഈ അളവാണ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താണ് മൊത്തം പെരിമീറ്റർ കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, പെരിമീറ്റർ ആദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ ആദ്യം 4 പ്ലസ് അല്ലേ, 4 പ്ലസ് പിന്നെന്താണ് ഈ താഴെ ഇതെടുക്കുകയാണ് ഞാൻ. ഈ ആദ്യം ഈ 4 എടുത്ത്, പിന്നെ അടുത്ത് ഈ 6 എടുത്തു, 6 പ്ലസ് പിന്നെയോ ഇവിടെയുള്ള ഈ 1 എടുത്തു, 1 പ്ലസ് പിന്നെ അതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ലേ, ഇങ്ങോട്ടേക്കുള്ള ഈ 1 എടുക്കണം അല്ലേ, 1 പ്ലസ് പിന്നെ ഇങ്ങോട്ടുള്ള ഈ 2 എടുക്കണം, 2 പ്ലസ് ഇനി ഇങ്ങോട്ടുള്ള ഈ 1 എടുക്കണം അല്ലേ. അപ്പോൾ 1 പ്ലസ് പിന്നെ ഈ മേലോട്ടേക്കുള്ള 1 എടുക്കണം, 1 പ്ലസ് പിന്നെ ഇങ്ങോട്ടുള്ള ഈ 4 എടുക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ എടുത്ത് മനസ്സിലായല്ലോ. ആദ്യം ഈ 4 എടുത്തു, പിന്നെന്താണ് ഈ 6 സെൻറ്റിമീറ്റർ എടുത്തു, പിന്നെ ഈ 1 എടുത്തു, പിന്നെ ഇങ്ങോട്ടുള്ള ഈ 1 എടുത്തു, അപ്പോൾ 2 1 ആയില്ലേ. പിന്നെ ഇങ്ങോട്ടുള്ള ഈ 2 എടുത്തു, പിന്നെ ഇങ്ങോട്ടുള്ള ഈ 1 എടുത്തു, ഇങ്ങോട്ടുള്ള ഈ 1 എടുത്തു, പിന്നെ ഈ ഇങ്ങോട്ടുള്ള 4 എടുത്തു. അപ്പോൾ പെരിമീറ്റർ കിട്ടിയാലും മൊത്തം കൂടി കൂട്ടിയാൽ മതി അല്ലേ. ഈസ് ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എല്ലാം കൂടി കൂട്ടി വെക്കുക അല്ലേ. ഈക്വൽ ടു എന്താണ് 4 പ്ലസ് 6 എത്രയാണ് 10 അല്ലേ. 10 പ്ലസ് 1 എത്രയാണ് 11, 11 പ്ലസ് 1 12, 12 പ്ലസ് 2 എത്രയാണ് 13, 13 പ്ലസ് 1 14, 14 പ്ലസ് 1 15, 15 പ്ലസ് 4 എത്രയാണ് 19 അല്ലേ. അപ്പോൾ എത്രയാണ് 4 പ്ലസ് 6 10, 10 പ്ലസ് 1 11, 12, 13 14 15 16, 16 പ്ലസ് 4 എത്രയാണ് 20 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും പെരിമീറ്റർ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 20 സെൻറ്റിമീറ്റർ എന്നാണ് ഇതിൻ്റെ പെരിമീറ്റർ നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ അടുത്ത എന്താ നമുക്ക് കാണേണ്ടത്, ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ ഈ ഷേപ്പിന് നമുക്ക് ഇക്വേഷൻ ഉണ്ടോ അറിയൂല അല്ലേ. അപ്പോൾ ഇതിന് ഇക്വേഷനും ഇതൊന്നും നമുക്ക് അറിയില്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പിന് ഒരു ഇക്വേഷനൊന്നും ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് അറിയുന്ന ഷേപ്പിലേക്ക് ആദ്യം മാറ്റണം അല്ലേ. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഇക്വേഷൻ അറിയാം, റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷനും അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പല മെത്തേഡിലും ചെയ്യാം കേട്ടോ. ഒന്നുകിൽ ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങോട്ട് ഇതിൻ്റെ ഏരിയ ഒക്കെ കണ്ടിട്ട് അതിനെ മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതിനെ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഒരു വര വരച്ചാൽ എന്തായി ഇതൊരു സ്ക്വയറായി മാറും. ടീച്ചർ വരച്ചു തരാം, നോക്കൂ. അപ്പോൾ ഇത് താഴോട്ട് ഇങ്ങോട്ട് വരച്ചാൽ ഈ ഷേപ്പ് എന്താ ഇതൊരു സ്ക്വയറായി മാറി അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കൂ, ഇതൊരു എന്താണ് സ്ക്വയറായി മാറി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെ എന്താക്കുക, ഇതൊരു എൽ ഷേപ്പാണല്ലോ, ഇതിനെ എന്താക്കുക നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വേറൊരു ട്രയാങ്കിൾ ആക്കുക, ചെരിഞ്ഞു പോയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് വരയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തായി ഇത് അടുത്ത റെക്റ്റാങ്കിളായി അല്ലേ. അപ്പോൾ ഇത് റെക്റ്റാങ്കിളായി, ഇത് റെക്റ്റാങ്കിളായി, ഇത് റെക്റ്റാങ്കിളായി അല്ലേ, ഇത് സ്ക്വയറും ആയി അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഏരിയൻ്റെ കാണാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ അത് 3 ഷേപ്പായി മാറി അല്ലേ, 3 റെക്റ്റാങ്കിളായി മാറി അല്ലേ. ഈ ഷേപ്പ് 3 റെക്റ്റാങ്കിളായി മാറി അല്ലേ. ഇത് ഒന്നാണ്.
അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഒരു എന്താണ് ഷേപ്പ് 1 അല്ലേ, ഇത് സ്ക്വയർ 1, ഇത് റെക്റ്റാങ്കിൾ 2, ഇത് റെക്റ്റാങ്കിൾ 3 അല്ലേ. അപ്പോൾ ഇത് എന്താക്കുക, ഇതിനെ നമ്മൾ എന്താക്കുക, ഇതിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമ്മൾ ആദ്യം എങ്ങനെ കണ്ടുപിടിക്കുക, ഏരിയ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അല്ലെങ്കിൽ ഇത് സ്ക്വയർ ആയതുകൊണ്ട് സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആണെങ്കിൽ ഇതും 4 ആയിരിക്കും, ഇതും 4 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഏരിയ ഈസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിൻ്റെ ഏരിയ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് മറ്റേതിൻ്റെ ഏരിയ അതേപോലെ തന്നെ എന്താക്കുക കണ്ടുപിടിക്കുക. ഇതിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇതിൻ്റെ ലെങ്ത് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 2 × 1 2 ആണ് അല്ലേ. ഇനി അടുത്ത എന്താണ്, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 4 ആണ് അല്ലേ. അപ്പം ഇത് മൊത്തം 6 ആണ്. അപ്പം 6ന്ന് ഈ 4 കുറച്ചാൽ എന്ത് കിട്ടും, ഇത് 2 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും 4 ആയതുകൊണ്ട് ഇത് 4 അല്ലേ. അപ്പം 6ന്ന് ഈ 4 കുറച്ചാൽ ഈ അളവ് കിട്ടും. 6ന്ന് 4 കുറച്ചാൽ 2 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ 2 × 1 വയ്ക്കുക ഇതിൻ്റെ ഏരിയ. ഓക്കെ, അപ്പോൾ ആ ഏരിയ ഒക്കെ കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാം കൂടി എല്ലാ ഏരിയയും കൂടി പ്ലസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏരിയ 1ൻ്റെ എന്ത് കിട്ടി, ഇതിൻ്റെ ഏരിയ നമുക്ക് 16 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടി. ഏരിയ ഇതിൻ്റെ ഏരിയ രണ്ടാമത്തെ ഏരിയ കിട്ടി എന്താണ്, ഈ റെക്റ്റാങ്കിളുടെ ഏരിയ കിട്ടിയിരിക്കുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഈ മൂന്നാമത്തെ റെക്റ്റാങ്കിളുടെ ഏരിയ കിട്ടിയിരിക്കുന്നത് എത്രയാണ്, 2 × 1 2 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഇനി നമുക്ക് എന്താക്കുക, ഈ ഷേപ്പിൻ്റെ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടി അങ്ങ് പ്ലസ് ചെയ്യുക അല്ലേ. അപ്പോൾ എന്താണ്, ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു 16 + 2 + 2. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു 16 + 2 + 2 അല്ലേ. നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയുടെ ഒക്കെ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ പെരിമീറ്ററും 20 സെൻറ്റിമീറ്റർ ആണ്, ഏരിയയും 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ ആണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. പെരിമീറ്ററും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം അല്ലേ. ഫസ്റ്റ് നമുക്ക് എന്താക്കുക, പെരിമീറ്റർ കണ്ടുപിടിക്കാം. പെരിമീറ്റർ കണ്ടുപിടിക്കുക എങ്ങനെയാണ്, നമുക്കറിയാം എല്ലാ ചുറ്റിൻ്റെ അളവും നോക്കുക അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ 4 ആണ് അല്ലേ. 4 പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് 5 ആണ്. അപ്പോൾ 4 + 5 9 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അളവ് എന്താണ്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇതെന്താ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാണ്, ഇവിടെ 4 ആണ്, ഇവിടെയും 4 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 9 + 4 എത്രയാണ്, 9 + 4 13 അല്ലേ. ഓക്കെ, 13. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും നോക്കൂ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 1 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 1 ആകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും. നമുക്കറിയാത് മുകളിലുള്ള എത്രയാണ്, താഴെയുള്ള 5 ആണ്. ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇതും 5 ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ 5ന്ന് ഈ 1 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 2ഉം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആയിരിക്കും. പിന്നെ ഇവിടെയും 2 ആയിട്ട് എഴുതാം നമുക്ക്. ഇവിടെ 2 കൊടുക്കുക, ഇവിടെ നമുക്ക് എന്താക്കുക 2 കൊടുക്കുക. ഓക്കെ, ദെൻ അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇത് എത്രയാണ്, ഇത് 4 അല്ലേ, ഇത് 4 സെൻറ്റിമീറ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം, അതെല്ലാം കൂടെ പ്ലസ് ചെയ്യാം അല്ലേ. 4 + 5 9, 9 + 4 13, 13 + 2 എത്രയാണ് 15, 15 + 1 ഇതില്ലേ 16, പ്ലസ് ഈ 1 17, പിന്നെ പ്ലസ് ഈ 1 അല്ലേ. അപ്പോൾ 17 18, പിന്നെ ഈ 2 അല്ലേ 18 19 20 അല്ലേ. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ് 20 അല്ലേ. എല്ലാം കൂടി പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെരിമീറ്റർ എന്ത് കിട്ടി, നമുക്ക് ഇതെല്ലാം കൂടി പ്ലസ് ചെയ്തപ്പോൾ 20 സെൻറ്റിമീറ്റർ കിട്ടി അല്ലേ. ഇനി നമുക്ക് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കുക, നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് അറിയില്ല അല്ലേ. പക്ഷെ അറിയുന്ന ഷേപ്പിലേക്ക് മാറ്റുകയാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താക്കുക, നമുക്ക് ഇവിടുന്ന് ഇതിനെ എന്തൊക്കെ ഷേപ്പ് ആക്കാൻ പറ്റും, ഇവിടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചാൽ അതെന്താക്കി സ്ക്വയർ ആയില്ലേ. അപ്പോൾ നമുക്കിത് സ്ക്വയർ ആക്കിയിട്ട് മാറ്റാം. എന്നിട്ട് എന്താക്കുക, ഇതിനെ സ്ക്വയർ ആക്കുക. ഇത് കൂട്ടി യോജിപ്പിച്ചാൽ എന്തായി, ഇതൊരു സ്ക്വയറായി മാറിയില്ലേ. ഇത് മൊത്തമായിട്ട് എന്താക്കി ഒരു സ്ക്വയറായി മാറിയില്ലേ. എന്നിട്ട് എന്താക്കുക, ഇതും ഒരു സ്ക്വയർ ആണല്ലോ, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെയും ഏരിയ കണ്ടുപിടിക്കുക. ഈ മൊത്തം വലിയ സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് എന്താക്കുക, ഇത് കട്ട് ചെയ്താൽ പോരെ, മൈനസ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഈ വലിയ ഏരിയയിൽ നിന്ന് ഈ ചെറിയ ഏരിയ കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കും, ഈ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, നോക്കൂ, ഇതെന്താണ്, ഈ ഷേപ്പ് ഏതാണ്, ഈ ഷേപ്പ് ഏതാ വരുന്നത്, ഏത് ഷേപ്പാ, സ്ക്വയർ അല്ലേ. സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ അല്ലേ. താഴെ 5 ആണല്ലോ വരുന്നത് അല്ലേ. ഇതെന്ത് വന്നത്, ഇത് സ്ക്വയറായി മാറിയില്ലേ, സോറി ഇത് റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഇത് റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലേ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് എന്താക്കുക, ഈ ചെറിയ
റെക്റ്റാങ്കിൾ ഇതെന്താ എല്ലാം 1 സെൻറ്റിമീറ്റർ, അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഈ സ്ക്വയറിനെ എൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് മൊത്തം വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് എന്താക്കുക, ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ ലെങ്ത്ത് നമുക്ക് അറിയാണ്ട് വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ ലെങ്ത്ത് എന്താണ്, ഇവിടെ 5 ആണ്, ഇവിടെ ബ്രെഡ്ത്ത് എന്താണ് 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇതിൻ്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കുക അല്ലേ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 5 × 4 ഇസ് ഈക്വൽ ടു 20. വേണമെങ്കിൽ നമുക്ക് ഇതിന് 1 എന്നൊക്കെ കൊടുക്കുക അല്ലേ. ഇതിന് എന്താണ് 1 എന്ന് കൊടുക്കുക, ഇതിനെന്താക്കുക 2 എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ ഏരിയ 1 ഇസ് ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലേ. അപ്പം ഏരിയ 1 ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു എന്താ 5 × 4 ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഇനി ഏരിയ 2 എന്താണ്, ഇതിൻ്റെ ഏരിയ അത് നമുക്ക് സ്ക്വയർ ആണ് അല്ലേ. ഒന്നുകിൽ നമ്മൾ സൈഡിൻ്റെ സൈഡ് എഴുതാം, അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് തന്നെ എഴുതാം അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ 1 തന്നെയാണ്. അപ്പോൾ 1 × 1 ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതാം അല്ലേ. ഇനി ഏരിയ ഓഫ് ദിസ് ഷേപ്പ്, ഇനി എന്താണ് ഈ ഷേപ്പിൻ്റെ ഏരിയ എന്താണ്, ഈ ഷേപ്പിൻ്റെ ഏരിയ എന്താണ്, നമുക്ക് മൊത്തം റെക്റ്റാങ്കിളിൽ നിന്ന് ഈ ചെറിയ റെക്റ്റാങ്കിൾ ഒന്ന് കുറച്ചാൽ മതി അല്ലേ. ചെറിയ ഈ സ്ക്വയറും കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഷേപ്പിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ 1 നിന്ന് ഏരിയ 2 കുറയ്ക്കുക അല്ലേ. അപ്പോൾ 20 - 1 19 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഏരിയ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ മുകളിൽ 2 ഇടുക, അല്ലെങ്കിൽ മീറ്ററിലാണെങ്കിൽ മീറ്റർ സ്ക്വയർ എഴുതുക അല്ലേ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റൻ എന്താണ്, ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം അല്ലേ. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം അല്ലേ. അപ്പോൾ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് പെരിമീറ്ററിന് ചുറ്റും അളവാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ഇതും 1 ആയിരിക്കും അല്ലേ. ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ അളവ് അല്ലേ. ദെൻ ഇത് പിന്നെ എന്താ പറയുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം 5 സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ ആവുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 1 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എത്ര ആയിരിക്കും, 5 ന്ന് 1 കുറച്ച് എത്ര, ഇവിടെ എത്രയായി. അപ്പോൾ ഈ അളവ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, മൊത്തം അളവ് നിന്ന് ഈ 1 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ എത്ര നമുക്ക് കിട്ടി, 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അളവ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ ആദ്യം. ഓക്കെ, അപ്പോൾ ഇനി ഇത് കിട്ടി നമുക്ക് അല്ലേ. അപ്പോൾ ഇത് 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇതും 4 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇതും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഏത് കാണേണ്ടത്, നമുക്ക് കാണേണ്ടത് ചുറ്റളവ് കാണണമെങ്കിൽ ഇത് കാണണം അല്ലേ. നമുക്ക് ചുറ്റളവ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അകലം കിട്ടണ്ടേ. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് അവിടെ ഈ 1 തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതും എന്തായിരിക്കും 1 ആയിരിക്കും അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇതെന്താണ്, ഇവിടുന്ന് മൊത്തമുള്ള ഈ അളവ് 5 ആണെന്നറിയാം അല്ലേ. ഈ 5 നിന്ന് ഈ 1 കുറച്ചാൽ എന്താക്കി 4 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതും കൂടി കൂട്ടിയതായിരിക്കില്ലേ 4. അപ്പോൾ 4ൻ്റെ പകുതി അങ്ങ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇവിടെ 2 കൊടുക്കുക. ഓക്കെ, ഇവിടെ 2 ആയിരിക്കും, ഇവിടെ 2 സെൻറ്റിമീറ്റർ. എവിടെ ഈ അളവ് കേട്ടോ, ഇതാണ് 2 സെൻറ്റിമീറ്റർ, ഇതും എന്താണ് 2 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതും 2 സെൻറ്റിമീറ്റർ കിട്ടി. പിന്നെ ഏതെങ്കിലും അളവ് കാണാനുണ്ടോ, അങ്ങനെ അളവുകൾ ആദ്യം കണ്ടുപിടിക്കുക കേട്ടോ. എന്നിട്ട് എന്താക്കുക, നിങ്ങൾ പെരിമീറ്റർ മൊത്തം ചുറ്റളവ് കൂട്ടുക അല്ലേ. ആദ്യം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തുടങ്ങാം, എവിടുന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്, ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ 1 ആദ്യം തുടങ്ങുക അല്ലേ. ഇവിടുന്ന് തുടങ്ങിയിട്ട് 1 പ്ലസ് പിന്നെ ഈ 4 പ്ലസ് ഈ 2 പ്ലസ് 1 പ്ലസ് 5 പ്ലസ് 1 പ്ലസ് 2 പ്ലസ് 4 അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് പെരിമീറ്റർ എന്താക്കിയാലും കൂടി അങ്ങ് പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടി, 1 + 4 5 5 + 2 7 7 + 1 8 8 + 5 13 13 14 15 16 16 + 4 20 അല്ലേ. 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ കിട്ടിയത്. ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഏരിയ കാണണം അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ T ഷേപ്പിൻ്റെ ഏരിയ നമുക്ക് എന്താണ്, എന്തെങ്കിലും ഇക്വേഷൻ എന്തെങ്കിലും അറിയോ, ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടീച്ചർ എന്താ പറഞ്ഞത്, നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ഉള്ള ഏതെങ്കിലും ഷേപ്പാക്കി മാറ്റണം അല്ലേ. ഒന്നുകിൽ എന്താക്കുക, റെക്റ്റാങ്കിൾ ആക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ആക്കുക അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താക്കുക, റെക്റ്റാങ്കിൾ ആക്കി മാറ്റിക്കൂടെ, യെസ് ആക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടങ്ങ് കട്ട് ചെയ്താൽ മതി അല്ലേ. ഇവിടെ കട്ട് ചെയ്യുക, കണ്ടോ, ഇങ്ങനെ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്തായി, ഇത് ഒരു റെക്റ്റാങ്കിളായി, ഇത് ഒരു റെക്റ്റാങ്കിളായി അല്ലേ. ഇത് അടുത്ത റെക്റ്റാങ്കിളായി. ഇതിന് ഞാൻ 1 ഉം 2 ഇട്ട പേര്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഞാൻ 1 എന്ന് കൊടുത്ത്, ഈ റെക്റ്റാങ്കിളിന് 2 എന്ന് കൊടുത്ത്. ഇനി ഈ റെക്റ്റാങ്കിൾ 1ൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ 1 = എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, അവിടുന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ആണ് അല്ലേ. ഇത് എത്രയാണ്, ബ്രെഡ്ത്ത് 1 അല്ലേ, 5 × 1 അല്ലേ.
അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് എത്ര കിട്ടിയത് 5 × 1 5 cm². ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ കിട്ടിയത്? ഇതിന്റെ ലെങ്ത് എത്രയാണ്? ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് 4ഉം ഇത് 1ഉം ആണ് അല്ലേ. അപ്പോൾ 4 × 1 അല്ലേ, 4 × 1 എന്ന് പറഞ്ഞാൽ 4 അല്ലേ, 4 cm² അല്ലേ. അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും കിട്ടി, ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും കിട്ടി അല്ലേ. ഇനി ഈ മൊത്തം ഈ ടി ഷേപ്പിന്റെ ഏരിയ കിട്ടാം. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഈ രണ്ട് റെക്ടാങ്കിളും കൂടി കൂട്ടിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ 1 + ഏരിയ 2 അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ 1 + ഏരിയ 2 അല്ലേ. അപ്പോൾ ഈ ഏരിയ നമുക്ക് കിട്ടി 5ഉം ഏരിയ 2 കിട്ടിയത് 4ഉം ആണ് അല്ലേ. അപ്പോൾ 5 രണ്ടും കൂടി പ്ലസ് ചെയ്യുക. അപ്പോൾ 5 + 4 എത്രയാണ്? 9 cm² അല്ലേ. അപ്പോൾ ഈ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു 9 cm². ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. ഇതിന്റെ പെരിമീറ്ററും കാണണം, ഏരിയയും കാണണം അല്ലേ. ഇതിന്റെ പെരിമീറ്റർ ഏരിയ നമുക്ക് കണ്ടുകൂടെ? പെരിമീറ്റർ നമുക്ക് ആദ്യം കാണാം അല്ലേ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 5 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 5 അല്ലേ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും 5 അല്ലേ. ഇനി നമുക്ക് കിട്ടേണ്ട അളവ് എത്രയാണ്? ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് കിട്ടണം. പെരിമീറ്റർ ഈ അളവ് നമുക്ക് വേണം അല്ലേ. അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് കിട്ടണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് തന്നിട്ടുണ്ട് അല്ലേ 4. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും കിട്ടണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് തന്നിട്ടുണ്ട് ഇത്ര, ഇവിടെ 3 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 3 തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് 1 ആണ്, ഇത് 3. ഇനി ഇതും കണ്ടുപിടിക്കണം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് എത്രയാണ്? അതും കണ്ടുപിടിക്കണം അല്ലേ. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ആദ്യം നമുക്ക് എന്താക്കുക? ഇത് കണ്ടുപിടിക്കുക അല്ലേ. അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഈ അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 1 cm ആണ് അല്ലേ. ഈ മൊത്തം ഈ അളവ് 5 ആണ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇത് 1 ആണെങ്കിൽ എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ചെറിയ അളവും 1 ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവും എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഈ 5ന്ന് 1 കുറച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയേ കിട്ടൂലേ. അപ്പം എത്ര കിട്ടി? 4 അല്ലേ. 5ന്ന് 1 കുറച്ചാൽ 4. അപ്പം ഇതും എന്താണ്? 4 ആണ് അല്ലേ. അപ്പം 4 ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും? ഇവിടെ 2 ആക്കി കൊടുക്കുക, ഇവിടെയും 2 ആക്കി കൊടുക്കുക അല്ലേ. അപ്പം ഇവിടെ 2 ആക്കി കൊടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് 1ഉം ഇത് 1ഉം അല്ലേ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 1 കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ 1 cm കിട്ടി. എവിടെ? ഈ അളവ് കേട്ടോ, ഈ അളവാണ് 1 cm. അതേപോലെ ഈ അളവും ഈ അളവില്ലേ, ഇത് എത്രയാണ്? 1 cm എഴുതുക അല്ലേ, 1 cm. ഓക്കെ, ഏതളവ്? ഇതാ ഈ അളവ് കേട്ടോ, ഈ അളവേ. ദെൻ ഇത് 1 cm തന്നിട്ടുണ്ട്. ഇനി ഇത് എത്ര ആയിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ട് 2 അല്ല കിടക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 1 ആയിരിക്കും, ഇത് ഇങ്ങോട്ടുള്ളതും 1 ആയിരിക്കും. 1 + 1 2 അല്ലേ. അപ്പോൾ ഇത് എന്തായാലും 1 cm കേട്ടോ. ഓക്കെ, 1 cm. ഈ അളവാണ് ഞാൻ പറയുന്നത്, ഈ അളവ് കേട്ടോ. ഇനി ഇവിടെ എത്ര ആയിരിക്കും? ഇതും 1 cm. ഓക്കെ, അപ്പോൾ കിട്ടിയല്ല. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിയാൽ 5 കിട്ടുന്നുണ്ടോ? ഇത് 5 എവിടെ നിന്ന് കിട്ടി? ഇത് മൊത്തം ഇങ്ങനെ നീട്ടത്തിലുള്ള എന്താ ഇതേ അളവാണ് അല്ലേ. അപ്പോൾ ഇത് 5 ആകുമ്പോൾ ഇത് മൊത്തം 5 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയൊക്കെ 1 + 1 + 2 2 + 1 3 3 + 1 4 4 + 1 5 കിട്ടി അല്ലേ. അപ്പോൾ ആ അളവ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇനി ഏത് അളവാണ് നമുക്ക് കിട്ടാനുള്ളത് നോക്കിയേ. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. ഇനി ഇത് കിട്ടണം അല്ലേ. ഇത് ഇവിടെ 3 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും 3 തന്നെയാണ് അല്ലേ. അപ്പോൾ അതും കിട്ടി, ഇതും കിട്ടി. ഇനി ഇത് കിട്ടണം അല്ലേ. അത് കിട്ടിയ എങ്ങനെയാ? ഇത് ഇവിടെ 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് എന്താണ്? 4 കേട്ടോ. ഇത് 4 cm, 4 cm. ഈ അളവ് 4 cm കേട്ടോ. ഓക്കെ, പിന്നെ ഇത് 3 ആകുമ്പോൾ ഇതും 3 ആയിരിക്കും കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് 3 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? ഇത് 3 ആണ് കേട്ടോ, 3 cm ആണ്. ഈ അളവ് 3 cm ആണ്. അപ്പോൾ എല്ലാ അളവുകളും നമ്മൾ കിട്ടിയല്ലോ. എല്ലാ അളവും ആദ്യം കണ്ടുപിടിക്കണം കേട്ടോ. എന്നിട്ട് എന്താക്കാൻ പറ്റുള്ളൂ? നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? എല്ലാം അങ്ങ് പ്ലസ് ചെയ്യുക കേട്ടോ. ഈ 5 ആദ്യം പ്ലസ് ചെയ്യുക. ആദ്യം ഏതെടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഓർഡറിൽ പോയാൽ നിങ്ങൾക്ക് തെറ്റിക്കാതെ ചെയ്യുക. കുറേ അളവുകളുണ്ടല്ലോ, അതുകൊണ്ട് ഓർഡറിൽ പോവുക കേട്ടോ. 5 പ്ലസ് പിന്നെ അടുത്ത ഏതാണ്? ഈ 5 ആദ്യം എടുത്തു, പിന്നെ ഈ 5 എടുത്തു, പിന്നെ ഈ 1 എടുക്കുകയാണ് ഞാൻ. 1 പ്ലസ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 4 ഉണ്ട്. അപ്പോൾ 4 പ്ലസ് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1, ഇവിടുന്ന് ഇങ്ങോട്ട് 1. അപ്പോൾ 1 പ്ലസ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ്? 3 പ്ലസ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 കണ്ടോ. 1 പ്ലസ് ഇനി എന്താണ്? 1 പ്ലസ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3. ഇവിടെ തന്ന അളവാണ് കേട്ടോ. 3 പ്ലസ്
ഇനി എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 1 പ്ലസ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് 4 പ്ലസ് ഈ 4 എവിടുന്ന കിട്ടിയ മനസ്സിലായില്ലേ? അതായത് താഴെ ഇവിടെ 4 ഉണ്ട് കേട്ടോ. ആ അളവ് തന്നെയാണല്ലോ ഇവിടെ വരുന്നത് ആ 4 കേട്ടോ. ഇനി ഈ 4 പ്ലസ് ഈ 1 പ്ലസ് പിന്നെന്താണ് ഈ 5 അല്ലേ 5 ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് കിട്ടുക? 5 പ്ലസ് 5 10 10 പ്ലസ് 1 11 14 15 അല്ലേ 11 പ്ലസ് 4 15 16 17 18 19 20 23 24 29 30 35 എന്ന് കിട്ടും അല്ലേ? 35 അല്ലേ ശരിക്കുള്ള ആൻസർ? അപ്പോൾ 35 സെൻറ്റിമീറ്റർ അല്ലേ? ഒന്നുകൂടി പ്ലസ് ചെയ്ത് നോക്കൂ ശരിയല്ലേ എന്ന്. 34 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒന്ന് തെറ്റിപ്പോയി അല്ലേ? അപ്പോൾ 5 5 10 10 പ്ലസ് 1 11 11 4 15 16 പിന്നെ 17 20 23 24 28 29 34 അല്ലേ 34 സെൻറ്റിമീറ്റർ ആണ് പെരിമീറ്റർ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്താക്കണം? ഏരിയ കാണണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഈ എന്ന് പറഞ്ഞൊരു ഷേപ്പിന് നമുക്ക് ഇക്വേഷൻ അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നമുക്ക് അറിയുന്ന ഷേപ്പിലേക്ക് ആക്കി മാറ്റണം അല്ലേ? അപ്പോൾ എന്താക്കുക? നമുക്ക് ഇതിനെ നമുക്ക് റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾ ആക്കി മാറ്റുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യുക. പക്ഷേ റെക്റ്റാങ്കിൾ കാണിക്കുമ്പോൾ നിങ്ങൾ തെറ്റിക്കരുത്. റെക്റ്റാങ്കിൾ എഴുതുമ്പോൾ കേട്ടോ എന്താക്കരുത്? അളവൊന്നും മാറാൻ പാടില്ല. നിങ്ങൾ അറിയുന്ന ഷേപ്പ് എന്താണ് അളവിലേക്ക് തന്നെ എന്താക്കണം? നിങ്ങളിത് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിനെങ്ങനെയും കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ നോക്കൂ, ഞാൻ ഇതാ ഈ മെത്തേഡിലാണ് ചെയ്യുന്നത്. ഇവിടെ കട്ട് ചെയ്ത് ഒന്ന് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്കും കട്ട് ചെയ്ത് ഓക്കെ, പിന്നെ ഇതിലിങ്ങോട്ടും കട്ട് ചെയ്ത്. ഈ അളവുകളൊക്കെ നമുക്ക് അറിയുമോ നോക്കണം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം ആ അളവുകളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കുക കേട്ടോ. അഥവാ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക? പിന്നെ കട്ട് ചെയ്യുന്ന ഷേപ്പ് വേറെ സ്റ്റൈലിലേക്ക് ആക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇനി എത്ര റെക്റ്റാങ്കിൾ? ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇവിടുന്ന് ഇതിപ്പോൾ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്? ഇവിടെ 1 അല്ലേ 1, ഇത് 1, ഇതോ പിന്നെ ഇത് 2 രണ്ടാമത്തെ റെക്റ്റാങ്കിള്, ഇത് മൂന്നാമത്തെ റെക്റ്റാങ്കിള്, ഇത് മൂന്നാമത്തെ റെക്റ്റാങ്കിള്, ഇത് നാലാമത്തെ റെക്റ്റാങ്കിള്. അപ്പോൾ 4 റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നിങ്ങൾ എന്താക്കണം? കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താക്കുക? അത് ഏരിയ 1, ഇത് ഏരിയ 2, ഏരിയ 3, ഏരിയ 4 എന്നാണ്. ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്ത് നമുക്കറിയാം. നോക്കൂ, ഇത് ലെങ്ത്ത് 5 ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? ഇതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടാൻ എന്താ നമ്മൾ ചെയ്യുക? ഇത് മൊത്തം 5 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇത് നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 4 ആണെന്ന് പറയാം അല്ലേ? അങ്ങനെ ആകുമ്പോൾ എന്താണ്? ഈ 5 ഈ 4 കുറച്ചാൽ ഇത് കിട്ടൂലേ? അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ 1 ആയി അല്ലേ? അപ്പോൾ ഇവിടുത്തെ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇത് 1 cm ആണ് ഈ അളവ് വരുന്നത്. ഈ അളവ് 1 cm. ഓക്കെ, ഇനി നമുക്ക് കിട്ടാനുള്ള ഏതാ? ഇതിൻ്റെ ഈ രണ്ടാമത്തത് അല്ലേ? ഇതിൻ്റെ ലെങ്ത്ത് 4 ആണെന്ന് അറിയാം, ബ്രെഡ്ത്ത് 1 ആണെന്ന് പറയാം. അത് കിട്ടി. ഇനി മൂന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇവിടെ 3 ആണെന്ന് അറിയാം, ബ്രെഡ്ത്ത് 1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി നാലാമത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് ഇവിടെ 4 എന്ന് പറയാം, ബ്രെഡ്ത്ത് 1 ആണെന്ന് പറയാം അല്ലേ? 5 ആണോ? അല്ല, നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് 1 സെൻറ്റിമീറ്റർ പോക്കിയുണ്ട് അല്ലേ? അപ്പോൾ എന്താണ്? ഇവിടുന്ന് ഇവിടെ 4 ആയിരിക്കും അല്ലേ? 5 1 കുറച്ചാൽ 4 അല്ലേ? അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ അളവും നമുക്കറിയാം. ഇനി ഏരിയൻ്റെ ആദ്യം എന്താണ്? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. റെക്റ്റാങ്കിൾ 1ൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, റെക്റ്റാങ്കിൾ 2ൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, റെക്റ്റാങ്കിൾ 3ൻ്റെ കണ്ടുപിടിക്കുക, റെക്റ്റാങ്കിൾ 4ൻ്റെ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കൂ, ഏരിയ 1ൻ്റെത് എന്താണ്? ലെങ്ത്ത് 5 ആണ്, ബ്രെഡ്ത്ത് 1 ആണ് അല്ലേ? 5 × 1 5 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ഏരിയ 2ൻ്റെ ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 4 × 1 4 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി ഏരിയ 3, ഏരിയ 3ൻ്റെത് എന്താ? ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 3 × 1 3 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. ഇനി റെക്റ്റാങ്കിൾ 4ൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്, 4 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടി? ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് 4 × 1 4 സെൻറ്റിമീറ്റർ കിട്ടില്ലേ? അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ്, ഈ ഷേപ്പിന്റെ ഏരിയ എന്തായിരിക്കും? ഈ റെക്റ്റാങ്കിളിന്റെ ഒക്കെ ഏരിയ പ്ലസ് ചെയ്താൽ മതി അല്ലേ? അപ്പം ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഇസ് ഈക്വൽ ടു ഏരിയ 1 പ്ലസ് ഏരിയ 2 പ്ലസ് ഏരിയ 3 പ്ലസ് ഏരിയ 4 ഇസ് ഈക്വൽ ടു 5 + 4 + 3 + 4 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും?
16 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഇസ് ഈക്വൽ ടു 5 + 4 + 3 + 4 ഇസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ പവർ 2 കൊടുക്കണം അല്ലേ, സ്ക്വയറിന് കൊടുക്കുക അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതിൻ്റെ പെരിമീറ്റർ ഏരിയ കണ്ടുപിടിക്കണം. ഇതിൻ്റെ പെരിമീറ്റർ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ഏരിയയും കണ്ടുപിടിക്കാൻ എന്താ നമുക്ക് ചെയ്യേണ്ടത്, പെരിമീറ്റർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ മൊത്തമുള്ള അളവ് നമുക്ക് അറിയണം അല്ലേ. മൊത്തമുള്ള അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ രാത്രി നമ്മൾക്ക് കണ്ടുപിടിക്കാനും കഴിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെ ഈ അളവ് തന്നിട്ടുണ്ട് 2 അല്ലേ, ഇതും 2 തന്നിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ ഓപ്പോസിറ്റ് ഉള്ള എത്ര ആയിരിക്കും, അത് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് 2 സെന്റിമീറ്റർ കേട്ടോ, ഇത് 2 സെന്റിമീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ, ഇത് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് എത്ര ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇത് എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും, ഇത് 2 ആയിരിക്കും കേട്ടോ. ഇത് 2 സെന്റിമീറ്റർ, അതിൻ്റെ ഓപ്പോസിറ്റുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ ഈ അളവ് തന്നിട്ടുണ്ട്, പിന്നെ ഈ അളവുണ്ട് 2 സെന്റിമീറ്റർ. ഈ അളവ് എത്രയാണ്, അതിന് നേരെ മുകളിലുള്ള ഇത് എത്രയാണ്, ഇത് 2. അപ്പോൾ ഇത് എത്ര ആയിരിക്കും, ഇത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ അളവ് 2 തന്നിട്ടുണ്ട്, ഈ അളവ് 2 തന്നിട്ടുണ്ട്. ഈ അളവ് എത്ര ആയിരിക്കും, ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ഇത് 2 ആയിരിക്കും കേട്ടോ. ഇത് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഈക്വൽ ആയിരിക്കും കണ്ടോ. ഇത് 2 ആയതുകൊണ്ട് ഇത് 2 അല്ലേ, പിന്നെ 2. ഓക്കെ, കിട്ടി. അപ്പോൾ നമുക്ക് എന്താ എല്ലാ അളവുകൾ നമ്മൾ എഴുതി അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലേ. എന്താണ് പെരിമീറ്റർ ഇസ് ഈക്വൽ ടു, എല്ലാ അളവും കൂട്ടിയൊക്കെ എഴുതിയാൽ മതി. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു എത്രയാണ്, ഈ 2 അല്ലേ, 1 2 3 അതിൻ്റെ കൂടെ പ്ലസ് ചെയ്യുക. 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 അല്ലേ. ഓക്കെ, അപ്പോൾ അതിലും കൂടെ എന്താ 2 എന്ന് എഴുതിയിട്ട് പ്ലസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, എത്ര 2 ഉണ്ടെന്ന് കുട്ടിയൊക്കെ. അപ്പോൾ ഇത് 2, അത് നിങ്ങൾ എഴുതുക കേട്ടോ, 2 + 2 + എന്നുള്ളത് കേട്ടോ. എന്നിട്ട് അപ്പോൾ എത്ര എണ്ണം കിട്ടും നോക്കൂ, 2 + 2 4, 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. അപ്പോൾ 24 സെന്റിമീറ്റർ കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് ഏരിയ അറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്താക്കണം, ഇത് നമ്മൾ അറിയുന്ന ഷേപ്പിലേക്ക് മാറ്റണം അല്ലേ. ഒന്നെങ്കിൽ സ്ക്വയർ ആക്കുക അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കട്ട് ചെയ്യണം നോക്കിയേ, ഒന്ന് ഇവിടെ കട്ട് ചെയ്യാം നമുക്ക് പിന്നെ ഇവിടെയും കട്ട് ചെയ്യാം. അപ്പോൾ 3 റെക്റ്റാങ്കിൾ കിട്ടും അല്ലേ. ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇത് റെക്റ്റാങ്കിളായി, ഇത് റെക്റ്റാങ്കിളായി, ഇത് റെക്റ്റാങ്കിളായി അല്ലേ. 3 റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ നമ്മൾ എന്താക്കുക, ആ റെക്റ്റാങ്കിളിനൊക്കെ ഒരു പേര് കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതിന് എന്താ 1 എന്ന് കൊടുക്കുകയാണ്, 1 കൊടുക്കുക കേട്ടോ. ഇതിന് ഞാൻ 2 എന്ന് കൊടുക്കുകയാണ്, റെക്റ്റാങ്കിൾ 2. ഇതിന് ഞാൻ 3 കൊടുക്കുകയാണ് കേട്ടോ, റെക്റ്റാങ്കിൾ 3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി റെക്റ്റാങ്കിൾ 3 ഷേപ്പ് അല്ലേ, മൂന്നാമത്തെ റെക്റ്റാങ്കിൾ കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏരിയ 1, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണണം, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കാണണം അല്ലേ. അപ്പോൾ ഏരിയ 1 = എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ 1 = എന്താ, അപ്പം ഏരിയ 1ൻ്റെ എന്താ, ഇത് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അല്ലെങ്കിൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ലേ, സെയിം തന്നെയല്ലേ വരുന്നത്, ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ 2 തന്നെയാണ് അല്ലേ. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ 2 × 2 4 അല്ലേ. അപ്പോൾ ഏരിയ 1 എന്താണ്, 4 സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും അല്ലേ. ഇനി ഏരിയ 2 എന്തായിരിക്കും നമുക്കറിയാം, ഏരിയ 2 = എത്രയാ, ഏരിയ 2 = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. ലെങ്ത്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലൊക്കെ ഇക്വേഷൻ അറിയാമല്ലോ അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയൻ്റെ ഇക്വേഷൻ അല്ലേ. = എന്താണ്, ഇതിൻ്റെ ലെങ്ത് എത്രയാണ്, ഈ രണ്ടാമത്തെ ഏരിയ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയാണ് നോക്കൂ. ഇവിടുന്ന് ഇങ്ങോട്ട് 2 ആണ് അല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടും 2 ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും, അതിൻ്റെ ഈ ഇതിൻ്റെ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇത് നോക്കുക, ഇത് 2 അല്ലേ. അപ്പോൾ ഇവിടെയും 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 2 + 2 + 2 അല്ലേ, അപ്പോൾ 6 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ് അല്ലേ. അപ്പോൾ 6 ലെങ്ത് 6 ഇൻറ്റു ബ്രെഡ്ത്ത് ഇവിടെ 2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 6 × 2 അല്ലേ. ഓക്കെ, 6 × 2 = എന്താണ്, 6 × 2 12 അല്ലേ, 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, ഏരിയ 3 അല്ലേ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടണം അല്ലേ. അപ്പോൾ ഏരിയ റെക്റ്റാങ്കിൾ 3 ഏരിയ 3 = എന്ത് എഴുതാം നമുക്ക്, ലെങ്ത് ഇൻറ്റു ഏരിയ 3 = ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇനി ഇതിൻ്റെ ലെങ്ത് എന്താണ്, 2 ആണ് അല്ലേ, ബ്രെഡ്ത്ത് 2 അല്ലേ. അപ്പോൾ 2 × 2
ഇസ് ഈക്വൽ ടു എത്രയാണ് 2 × 2 4 അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ 3 റെക്ടാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയ കണ്ടുപിടിച്ചില്ലേ. ഇനി ഏരിയ ഓഫ് ദിസ് ഷേപ്പ് എന്തായിരിക്കും? ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈക്വൽ ടു ഈ ഏരിയകളൊക്കെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഷേപ്പ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ 1 + ഏരിയ 2 + ഏരിയ 3 അല്ലേ. അപ്പോൾ ഏരിയ 1 4 ആണ്. ഇപ്പോൾ 4 + ഏരിയ 2 12 ആണ്. അപ്പോൾ 12 + ഏരിയ 3 4 ആണ് അല്ലേ. അപ്പോൾ 4 അല്ലേ. അപ്പോൾ 4 + 12 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 + 4 16, 16 + 4 20 അല്ലേ. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് ദിസ് ഷേപ്പ്. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു അല്ലേ. അടുത്ത ചാപ്റ്റർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.